നമസ്കാരം. ഇന്ന് ഞാൻ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ കുറിച്ചാണ് ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത്. 10th ഫോർത്ത് ചാപ്റ്ററാണ്. ചെറിയ ടോപ്പിക്കുകൾ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, എങ്ങനെയാണ് സോൾവ് ചെയ്യുക, പിന്നെ നാച്ചർ ഓഫ് റൂട്ട്സ് എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒരു സെക്കൻഡ് ഡിഗ്രിയിലുള്ള ഒരു ഇക്വേഷനാണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ax² + bx + c = 0. a, b, c are real numbers a not equal to 0. അതായത് ax² + bx + c = 0. a, b, c are real numbers. റിയൽ നമ്പേഴ്സ് നമുക്കറിയാം. എന്താണ് റിയൽ നമ്പേഴ്സ്? റാഷണൽ, ഇറേഷണൽ നമ്പേഴ്സ് എല്ലാം കൂടി ഇതാണ് റിയൽ നമ്പേഴ്സ്. ഇവിടെ a 0 ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ 0x² + bx + c = 0 എന്ന് വിചാരിച്ചു. ദാറ്റ് ഈസ് അപ്പോൾ ഈ ടേം എന്തായി മാറും? 0 ആയി മാറും. അപ്പോൾ ബാക്കിയുള്ള ടേം അല്ലേ ഉള്ളൂ, bx + c = 0. ഇതെന്താണ്? സെക്കൻഡ് ഡിഗ്രി ഫോം അല്ല. അപ്പോൾ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവില്ല. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഫോമിലുള്ള ax² + bx + c = 0 ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ax² + bx + c = 0 where a, b, c are real numbers a not equal to 0. ക്ലിയർ? ഇനി ഒരു ഇക്വേഷൻ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? ഫസ്റ്റ് എക്സാമ്പിൾ നമുക്കൊന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് ഒരു ഇക്വേഷൻ, ഒരു കുഞ്ഞ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ x - 2² + 1 = 2x - 3. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് LHS. ഈ സൈഡ് നോക്കാം, ഇത് LHSഉം ഇത് RHSഉം അല്ലേ. അപ്പോൾ LHS എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് x - 2² which is equal to, ഇതെന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എന്ത്? ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ a - b² നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് a² - 2ab + b² എന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് LHS ഈസ് ഈക്വൽ ടു x - 2² ദാറ്റ് ഈസ് x² - 2 × x × 2 + 2² ഇവിടെ തന്നിട്ടുള്ളത് പിന്നെ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു x² - 4x + 4 + 1 അല്ലേ. 2² 4. ഓക്കെ, ദെൻ x² - 4x + 5. ഇത് LHS ആയിട്ട് നമുക്ക് കിട്ടി. RHS 2x - 3 തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി LHS മൈനസ്, ഇനിയിപ്പോൾ RHS = 2x - 3. ഇനി LHS മൈനസ് RHS നമുക്ക് ചെയ്ത് വെക്കാം. -RHS, അതായത് റൈറ്റ് സൈഡിൽ നിന്ന് ഇത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ റൈറ്റ് സൈഡ് 0 ആയിരിക്കും. വിച്ച് ഇംപ്ലൈസ് LHS നമ്മളിവിടെ ചെയ്ത് ഇട്ടിട്ടുള്ളതാണ്. x² - 4x + 5 മൈനസ് ഓഫ് RHS 2x - 3 is equal to 0. Then x² - 4x + 5 minus 2x + 3 is equal to 0. x² - 4x എന്ന് പറയുന്നത് 2xും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നറിയാം? 6x + 5ഉം 3യും കൂടി 8 is equal to 0. ഇത് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ax² + bx + c = 0 എന്ന ഫോമിലേക്കല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്കാണ് ഇത് നിൽക്കുന്നത്. അതായത് a, b, c ആർ റിയൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയി ഈ തന്നിട്ടുള്ള ഇക്വേഷൻ എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ ചെക്ക് ചെയ്തത് നമുക്ക് ക്ലിയർ ആയി. ഇറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി അടുത്ത എക്സാമ്പിൾ. ദെൻ കം ടു ദ സെക്കൻഡ് എക്സാമ്പിൾ. നമുക്ക് സെക്കൻഡ് എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. എങ്ങനെയാണ് ഇനി അടുത്തൊരു എക്സാമ്പിൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് x × x + 1 + 8 is equal to
എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2. ഇവിടെയും എൽ എച്ച് എസും ആർ എച്ച് എസും ഉണ്ട്. നമുക്ക് എൽ എച്ച് എസ് നോക്കാം. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 പ്ലസ് 8 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 8 കിട്ടി എൽ എച്ച് എസ്. ഇനി ആർ എച്ച് എസ് ഈസ് ഈക്വൽ ടു എന്തെന്നാ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. നമ്മൾ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്തെന്നാ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4. അപ്പോൾ എൽ എച്ച് എസ് മൈനസ് ആർ എച്ച് എസ് ഈസ് ഈക്വൽ ടു എന്തെന്ന് നമുക്ക് എടുക്കാം. എൽ എച്ച് എസ് ഇവിടെയുണ്ട്, ആർ എച്ച് എസ് ഉണ്ട് അല്ലേ. നേരത്തെ ചെയ്ത പോലെ തന്നെ എൽ എച്ച് എസ് എന്ന് പറയുന്നത് എൽ എച്ച് എസിൻ്റെ അടുത്തേക്ക് ആർ എച്ച് എസ് നമ്മൾ എടുക്കുമ്പോൾ ഈ സൈഡ് 0 ആയി മാറും. വിച്ച് ഇംപ്ലൈസ് എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 8 മൈനസ് ഓഫ് ആർ എച്ച് എസ് എന്തെന്നാ എക്സ് സ്ക്വയർ മൈനസ് 4 ഓർ ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 8 മൈനസ് എക്സ് സ്ക്വയർ വരും, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് ക്ലിയർ ആണ്. എക്സ് സ്ക്വയർ എന്ന എക്സ് സ്ക്വയർ കുറയ്ക്കുമ്പോൾ 0 പ്ലസ് എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും കട്ട് ചെയ്ത് പോകും. പിന്നെ നമുക്ക് അവശേഷിക്കുന്നത് എക്സ് പ്ലസ് 8 പ്ലസ് 4 ദാറ്റ് ഈസ് 8 പ്ലസ് 4 ഈസ് ഈക്വൽ ടു 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് എന്തെന്ന് കിട്ടും? ഇത് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്ന ഫോമിൽ അല്ലാന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഈ സ്റ്റാൻഡേർഡ് ഫോമിലല്ല ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ തന്നിട്ടുള്ള ഇക്വേഷൻ എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല എന്ന് ക്ലിയർ ആയി. ഓക്കെ, ചെക്ക് ചെയ്ത് ക്ലിയർ ആയില്ലേ? ഈ തന്നിട്ടുള്ള ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. ഓക്കെ, ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് കാണുന്നത്? അതിൽ ആദ്യത്തെ മെത്തേഡ് നമുക്ക് നോക്കാം. ആദ്യത്തെ മെത്തേഡാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഈ മെത്തേഡിൽ എങ്ങനെയാണ് നമുക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കാം. ഫാക്ടറൈസേഷൻ മെത്തേഡിൽ കറക്റ്റായിട്ട് അതിൻ്റെ മിഡിൽ ടേം എടുത്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. 2x സ്ക്വയർ മൈനസ് 5x പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി ഇതിൻ്റെ മിഡിൽ ടേമും നമുക്ക് അറിയാലോ, നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക. അതായത് പ്രോഡക്റ്റ് 2 ഇൻറ്റു 3 എന്തെന്നാ 6 അല്ലേ. ഈ 2ഉം ഈ 3യും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 6 വരും. ഇനി സം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായത് ഇവിടെ 5 ആണ്. അതായത് ഇസ് ഈക്വൽ ടു -5. അപ്പോൾ 6 കിട്ടുകയും വേണം, 5 കിട്ടുകയും വേണം. അപ്പോൾ ഇത് രണ്ടും കിട്ടണമെങ്കിൽ നമുക്കറിയാവുന്ന രണ്ട് സംഖ്യകളാണ് 2ഉം 3യും. -2ഉം -3യും കൂടി ആഡ് ചെയ്താൽ -5 കിട്ടും. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 6ഉം കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ദെൻ 2x സ്ക്വയർ മൈനസ് 5xനെ നമ്മൾ ആദ്യം എന്തെന്ന് ആക്കി മാറ്റണം? -2x പിന്നെ -3x ഇവിടെ +3 ഇസ് ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് വായിച്ച് ചെയ്യുമ്പോൾ അറിയാം -2xും -3xും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -5x നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഈ 2x സ്ക്വയർ എന്ന് പറയുന്ന ആൾ ആരാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2x ഇൻറ്റു എക്സ് അല്ലേ. അതായത് ഇവിടെ 2x എന്ന് പറയുന്ന ഒരാളുണ്ട്, ഇവിടെ 2x എന്ന് പറഞ്ഞ ഒരാളുണ്ട്. നമുക്കതിനെ കോമൺ ആയിട്ട് ഇങ്ങോട്ട് ടേക്കൺ ഔട്ട് സൈഡ്, 2x ടേക്കൺ ഔട്ട് സൈഡ്. ദെൻ അപ്പോൾ 2x നിന്ന് ഇവിടെ ഒരു 2x എടുത്താൽ ഇവിടെ x മാത്രമല്ലേ ഉള്ളൂ. അതായത് x - 1 എന്ന് വരും ഇവിടെ. അപ്പോൾ 2x ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ, 2x ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു -2x. ഇനി ഇവിടെ 3 പുറത്തേക്ക് എടുക്കുക, ചിഹ്നമൊക്കെ ഇടാൻ പറ്റട്ടെ. 3 നമ്മൾ പുറത്തേക്ക് എടുത്തു.
3 എടുത്തു. അപ്പോൾ 3യുടെ ഇവിടെ അവശേഷിക്കുന്നത് എക്സ് ഉണ്ട്. ഇവിടെ ഒരു 1 വരും. 1 × 3 3, 3 × എക്സ് 3x. ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ നമുക്കറിയാം എക്സ് മൈനസ് 1. അപ്പോൾ എക്സ് മൈനസ് 1 ഇട്ട് നോക്കാം നമുക്ക്. അപ്പോൾ 3 × എക്സ്, ഇവിടെ പക്ഷെ -3 ആവണമെങ്കിൽ ഇവിടെ മൈനസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ -3 × എക്സ് -3x -3 × -1 = +3 = 0. ക്ലിയറായി. ഇത് രണ്ടും കോമൺ ഫാക്ടറാണ്. നമുക്കത് പുറത്തേക്ക് എടുക്കാം. എക്സ് മൈനസ് 1 പുറത്തേക്ക് എടുത്തു. പിന്നെ ഇവിടെ ബാക്കിയുള്ളത് 2x - 3 = 0. Then x - 1 = 0. Again 2x - 3 = 0. ഇവിടെ x - 1 = 0 എന്ന് പറയുന്നത് x = ഈ -1 ഇപ്പുറത്തേക്ക് കടത്തുമ്പോൾ +1 ആവും. അപ്പോൾ x = 1 കിട്ടും. ഇനി 2x = ഈ -3 ഇപ്പുറത്തേക്ക് കടത്തുമ്പോൾ +3 ആവും. x എന്തെന്നാ 3/2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് സൊല്യൂഷനാണ് കിട്ടിയത്. x = 1 x = -3/2. അപ്പോൾ ഒന്നാമത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകുമ്പോൾ നമുക്ക് രണ്ട് സൊല്യൂഷൻ ഉണ്ടാവും. x = 1 x = 3/2. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. 2x² - 5x + 3 = 0. ഇതിൻ്റെ മിഡിൽ ടേമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. സം എന്ന് പറയുന്നത് -5ഉം പ്രോഡക്റ്റ് നമ്മൾ എടുക്കുമ്പോൾ 2ഉം 3ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് 6 കിട്ടും. ഈ രണ്ട് നമ്പറും കിട്ടണമെങ്കിൽ 2ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കറിയാം 6 ആണ്. -2ഉം -3ഉം കൂടി ആഡ് ചെയ്താൽ -5 കിട്ടും എന്നറിയാം. അപ്പം മിഡിൽ ടേം നമ്മൾ -2x എടുത്തു -3x എടുത്തു. പിന്നെ ഇതിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ, അതായത് ഈ ടേം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് 2x കോമൺ ആണ്. 2x × x = 2x². 2x × -1 = 2x. അപ്പോൾ അത് നമുക്ക് x - 1 ആയിട്ട് ഇവിടെ എഴുതാൻ പറ്റി. അതുപോലെ തന്നെ ഇവിടെ 3 ആണ് കോമൺ ഫാക്ടർ. 3 പുറത്തേക്ക് എടുത്തു. അപ്പോൾ x - 1 അവിടെ അവശേഷിക്കുന്നു. പിന്നെ ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് x - 1 ആണ്. x - 1 പുറത്തേക്ക് എടുത്തു. ദെൻ 2x - 3 = 0. അങ്ങനെ നമുക്ക് എക്സിൻ്റെ വാല്യൂ x = 1 x = 3/2. ക്ലിയർ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്തു നോക്കാം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. സെക്കൻഡ് എക്സാമ്പിൾ 6x² - x - 2 = 0. ഇതിൽ നമ്മളെങ്ങനെയാണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമ്മളെങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ കാണാൻ നോക്കാം. ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പ്രോഡക്റ്റ്, അതായത് 6 × -2 = -12. പിന്നെ സമ്മ് എത്രയാണ് നമുക്കിവിടെ മനസ്സിലായത് -1. ഈ 12ൻ്റെ ഫാക്ടേഴ്സ് നമുക്കറിയുന്നത് 3, 4, 3 and 4. അതായത് 3 × 4 12. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മൈനസ് ചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരെണ്ണം മൈനസ് ചിഹ്നം കൊടുത്തു, അപ്പോൾ -4 കൊടുത്തു എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 3 + -4 എന്ന് പറയുന്നത് നമുക്കറിയാം വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിന് ചിഹ്നം. അപ്പോൾ നമുക്ക് 4ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ -1 വരും. ഓക്കെ, മൈനസ് സൈൻ ഇടും. അപ്പോൾ നമുക്ക് സമ്മും കിട്ടി പ്രോഡക്റ്റും കിട്ടി. ഇനി ഇതെങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, 6x². ഇതിനെ നമുക്ക് -xനെ എന്തെന്ന് എഴുതാം +3x. ഇവിടെ +3 അല്ലേ, +3x - 4x. നോക്കി നോക്കൂ, ഇതൊന്ന് കൂട്ടി നോക്കി നോക്കൂ. നമുക്കറിയാം ഇത് -x ആണ് അല്ലേ. 4ൽ നിന്ന് 3 കുറച്ചാൽ 1. അപ്പോൾ മൈനസ് വലുതിൻ്റെ ചിഹ്നം -x -2 = 0. ഓക്കെ, ദെൻ ഇനി ഇതിൽ 6x² നേരത്തെ ചെയ്തതുപോലെ തന്നെ 6 × 6 എന്ന് പറയുന്നത് എന്തെന്നാ 6നെ നമുക്ക് എന്തെന്ന് എഴുതാം 2 × 3 × x × x അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവിടെ ഒരു 3x ഉണ്ട്. അപ്പോൾ ഇതിലത്തെ നമ്മൾ 3x എടുക്കുകയാണെങ്കിൽ, ഈ 6xലത്തെ 3x എടുക്കുകയാണെങ്കിൽ 3x നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ ഉള്ളത് പിന്നെ ബാക്കിയുള്ളത് 2ഉം ഒരു xഉം, അതായത് ഇവിടെ 2x. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2 × 3 6 x × x² പിന്നെ ഇവിടെ വരുന്നത് +1 അല്ലേ. 3x × 1 3x. ഇനി ഇവിടെ 4ലും 2ലും കോമൺ ആയിട്ടുള്ള ആൾ 2 നമുക്കറിയാം. ഇനി എന്തെന്ന് വരും ഇവിടെ 2 × x 2 × 2 4x
4x. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു 2 2 ഇൻറ്റു 2 4x കിട്ടി. ഇനി ഇവിടെ 1 ആവണം. ഇനി സൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് തന്നെയായിരിക്കും ഇപ്പുറത്തും നമുക്ക് ഏകദേശം കിട്ടുക എന്നുള്ള ഒരു ബോധം നമുക്ക് തന്നെ ഉണ്ടാവണം. അപ്പോൾ ഇനി ഇവിടെ ഒരു പ്ലസ് ഇട്ട് നോക്കാം, എന്നിട്ട് ചെയ്ത് നോക്കാം. അതായത് 2 ഇൻറ്റു 2 4x. അപ്പോൾ ഇവിടെ മൈനസ് വരണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മൈനസും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മൈനസ് ഇൻറ്റു 2 2x is equal to minus 4x minus into 2 into plus 1 is equal to minus 2 is equal to എന്തെന്ന് കിട്ടി, that is equal to 0 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് 0 എന്ന് കിട്ടി. അങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് രണ്ടും കോമൺ ഫാക്ടേഴ്സ് ആണ്, അത് ടേക്കൺ ഔട്ട് സൈഡ്. പ്ലസ് 1 2x പ്ലസ് 1 is equal ഇൻറ്റു ഇവിടെ ബാലൻസ് ഉള്ളത് 3x minus 2 is equal to 0. ദെൻ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. അഗെയിൻ 3x മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. ഇവിടെ 2x ഈസ് ഈക്വൽ ടു മൈനസ് 1, 1നെ പുറത്തേക്ക് എടുത്തി, x ഈസ് ഈക്വൽ ടു മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ ഇതൊരു സൊല്യൂഷനായി. ഇവിടെ 3x ഈസ് ഈക്വൽ ടു പ്ലസ് 2, ഇവിടെ x ഈസ് ഈക്വൽ ടു 2/3. ഇതാണ് നമുക്ക് കിട്ടിയ രണ്ട് സൊല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ ഒന്നും കൂടെ നോക്കുക. എക്സാമ്പിൾ തന്നിട്ടുള്ളത് 6x² മൈനസ് x മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. മിഡിൽ ടേം നോക്കാം, നമുക്ക് -1 ആണ് അല്ലേ. അപ്പോൾ സമ്മ് -1ഉം പിന്നെ പ്രോഡക്റ്റ് 6 ഇൻറ്റു -2 ദാറ്റ് ഈസ് ഈക്വൽ ടു -12. -12ൻ്റെ ഫാക്ടേഴ്സ് 3ഉം 4ഉം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -12 വരണം, ആഡ് ചെയ്യുമ്പോൾ -1ഉം വരണം. അപ്പോൾ 3ഉം -4ആണ് കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കും, ദാറ്റ് ഈസ് 6x². ഈ -x നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 3x ഒന്നും -4x ഒന്നും എഴുതി, -2 ഈസ് ഈക്വൽ ടു 0. ദെൻ ഇതിൽ 3x ടേക്കൺ ഔട്ട് സൈഡ്. അപ്പോൾ ഇവിടെ 2x ആവും, ദാറ്റ് ഈസ് 3x ഇൻറ്റു 2x ഈസ് ഈക്വൽ ടു 6x². 3x ഇൻറ്റു പ്ലസ് 1 ഈസ് ഈക്വൽ ടു 3x മൈനസ് 2. ഇവിടെ കോമൺ ഫാക്ടറാണ്, അപ്പോൾ 2 എടുത്തു. പിന്നെ 2x പ്ലസ് 1. ഇനി ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ആളെ നമ്മൾ പുറത്തേക്ക് എടുത്തു, ദാറ്റ് ഈസ് 2x പ്ലസ് 1 into 3x minus 2 is equal to 0, that is 2x plus 1 is equal to 0. Here x is equal to -1/2. Then ഇവിടെ x is equal to 2/3. Okay, thank you very much.